അപ്പൊ ഞാൻ ഡാഡിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, അയ്യോ അപ്പോഴും ഭയങ്കര ജാടയാട്ടാ, മനുഷ്യന് എന്തൊരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ എൻ്റെ അടുത്ത്. എന്ന് പറഞ്ഞ് മാത്രമേ പറഞ്ഞു. ക്രോണിക് ബാച്ചിലർ ഇന്നസെന്റ് ഏട്ടനെ ഇഷ്ടീകരയുന്ന പയ്യൻ എന്നുള്ള നിലയിലാണ് ഇപ്പോഴും എന്നെ ആൾക്കാർ കൂടുതൽ റീച്ച് ചെയ്യുന്നത്. മമ്മൂക്കയുടെ കൂടെ 5 പടം ചെയ്ത ഇതെന്തോ ഭാഗ്യത്തിന് 5 പടവും ഹിറ്റാണ്. ഫസ്റ്റായിട്ട് ഞാൻ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുന്നത് രാക്ഷസരാജാവാണ്. രാക്ഷസരാജാവിനോട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആദ്യ ഡബ് ചെയ്തത്, എൻ്റെ വോയിസ് കൊടുക്കുന്നത് ചെന്നൈയിൽ പോയിട്ട് സഹയാത്രിക്ക് സ്നേഹപൂർവ്വം എന്ന സിനിമയ്ക്കാണ് എൻ്റെ ആദ്യത്തെ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ നാട്ടുകാരനായ ജിബുച്ചേട്ടൻ വർക്ക് ചെയ്യുന്ന വാറാൻ ലവ് എന്ന് പറയുന്ന വിനയ് സാറിൻ്റെ സിനിമയുടെ ഷൂട്ട് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ലൊക്കേഷനിൽ പോവുകയും വിനയ് സാറിനെ പരിചയപ്പെടുക. അപ്പോഴും ഈ പറഞ്ഞ പോലെ മിമിക്രി എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ട് എല്ലാവരെയും കയ്യിലെടുത്തു. അത്യാവശ്യം ലാലേട്ടനും മമ്മൂക്കയും സുരേഷ് ഏട്ടനും അനീഫയൊക്കെ ചെയ്തുകൊണ്ട് അത്യാവശ്യം രീതിയിൽ കയ്യിലെടുത്തു. അങ്ങനെ വിനയ് സാറിന്റെ കരുമാടിക്കുട്ടൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് അഴകപ്പൻ സാറാണ് എന്നെ ആദ്യമായിട്ട്, അന്നിങ്ങനെ വാറാലവിൽ വന്നൊരു പയ്യനുണ്ട്, അവനെ വിളിക്കുന്നു പറഞ്ഞിട്ട് അതിൽ വാ വാ താമര പെണ്ണേ ആ പാട്ടിൽ ഞാനും സനുഷ്യ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ആ ഒരു പാട്ടിൽ. അതിനുശേഷം വിനയ് സാറിന്റെ തന്നെ രാക്ഷസരാജാവില് മമ്മൂക്കയുടെ കൂടെ, കാരണം നമ്മൾ സ്ക്രീനിൽ മാത്രം കണ്ട് നമ്മൾ റെസ്പെക്ട് ചെയ്ത് അല്ലെങ്കിൽ എന്താ പറയാ ഒരു ദൈവതുല്യനായിട്ട് കാണുന്ന ഒരാളുടെ കൂടെ അഭിനയിക്കാൻ പറ്റി. ഫസ്റ്റ് പുള്ളിനെ കാണുമ്പോൾ ആദ്യം വിനയ് സാറ് മുഹമ്മ വീട്ടിൽ, ഞങ്ങളുടെ വീട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വിനയ് സാറാണ് എന്നെ കൊണ്ടുപോയിട്ട് പരിചയപ്പെടുന്നത്. വിനയ് സാറ് കൊണ്ടുപോയിട്ട് നമുക്ക് ഇത് ജോമോൻ ഇങ്ങനെ നമ്മുടെ അനീഫ് ഖാന്റെ മോന്റെ ക്യാരക്ടർ ചെയ്യാമെന്നൊരാളാണ്. നമ്മുടെ ഫസ്റ്റ് റിയാക്ഷൻ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. പുള്ളി ലാപ്ടോപ്പൊക്കെ നോക്കിയിരുന്നിട്ട് കഴിഞ്ഞു. ഇതായിരുന്നു നമുക്കടെ ഫസ്റ്റ്. ഒരു ദൈവമേ, നമ്മളെ ഇഷ്ടപ്പെട്ടില്ലേ, എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് അധികം അടുക്കാൻ പോയില്ല. ഒരു സ്ട്രിക്ട്ലി വയലൻസ് എന്നുള്ള നിലയിൽ ഞാൻ ഗ്യാപ്പ് ഇട്ടു വന്നു. അപ്പൊ ഞാൻ ഡാഡിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, അയ്യോ അപ്പോഴും ഭയങ്കര ജാടയാട്ടാ, മനുഷ്യന് എന്തൊരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ എൻ്റെ അടുത്ത്. എന്ന് പറഞ്ഞ് മാത്രമേ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ മമ്മൂക്ക ഒക്കെ വരുന്നു, അഭിനയിക്കുന്ന പടം കഴിഞ്ഞു. അതിനുശേഷം വരുന്നത് ഫാൻഡം എന്ന് പറയുന്ന സിനിമയിലാണ് മമ്മൂക്കയുടെ കൂടെ വരുന്നത്. ഫാൻഡം എന്ന് പറയുന്നത് ബിജു വർഗീസ് സാറ് ചെയ്ത പടം. ബിജു വർഗീസ് സാറായിട്ട് ആ പടത്തിലോട്ട് വിളിക്കാൻ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ബി സാർ മുന്നേ ചെയ്തൊരു പടം ഉണ്ടായിരുന്നു, ബിജു ചേട്ടനെയും ഒരു കുട്ടിയെയും മെയിൻ കഥാപാത്രമാക്കിയിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നൊരു പടം. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അന്ന് ബി സാറിനെ പോയി കണ്ടിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പുള്ളിക്ക് പറഞ്ഞ പോലെ ആ സമയത്ത് പുതിയൊരു ഐറ്റം ആയിരുന്നു, വാസന്തി ലക്ഷ്മി ഞാനിലെ മണിച്ചേട്ടന്റെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു, കണ്ണു മേലോട്ട് പോയി. അത് ബി സാറിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഓക്കെ, കാസ്റ്റിംഗ് ഒക്കെ ആയി. അതിനുശേഷം പുള്ളി പ്രൊഡ്യൂസറൊന്നും കാണണം എന്ന് പറഞ്ഞിട്ട് പുള്ളി വേറൊരു റൂമിലോട്ട് ചെല്ലുകയും അവര് അന്നത്തെ പോലെ പൈസ ഇങ്ങനെ നമ്മളിങ്ങനെയാണ് പൈസ മേടിച്ചിട്ടുള്ള അഭിനയം. അപ്പൊ നമുക്ക് പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് അഭിനയിക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല എന്നുള്ള നിലയിൽ എൻ്റെ അച്ഛനായിട്ട് തന്നെ നല്ല രീതിയിൽ വർത്താനം പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നു. പിന്നെ അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ട് പുള്ളി ഒരു പടം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യം ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ, ഹനീഫ് ഖാന്റെ മോന്റെ ക്യാരക്ടർ ചെയ്യാൻ, ഹനീഫ് ഖാന്റെ മോനായിട്ട് രണ്ടാമത്തെ പടമായിരുന്നു. രാക്ഷസരാജാവിലും ഞാൻ ഹനീഫ് ഖാന്റെ മോനായിരുന്നു, ഫാൻഡം സിനിമയിലും ഹനീഫ് ഖാന്റെ മോനായിരുന്നു. അതിലാണ് പിന്നെ ഞാൻ മമ്മൂക്കയെ രണ്ടാമത് കാണുന്നത്. ഞാൻ രാക്ഷസരാജാവിൽ കണ്ടെങ്കിൽ ആദ്യത്തെ 2 ദിവസമൊക്കെ ഇത് മറ്റേ അറിയാം ഇത്രേ പറഞ്ഞുള്ളൂ. നമ്മൾ രണ്ടാമത്തെ ദിവസം തുടങ്ങി ആള് ഭയങ്കര ഫ്രണ്ട്ലി ആയി തുടങ്ങി. ആള് വിശേഷങ്ങൾ പറയാ. പുള്ളി തന്നെയാണ് എന്നെ ഫസ്റ്റ് ഷോട്ടിലോട്ട്, അതില് ഞാൻ ഫസ്റ്റ് പോകുന്നത്, ഞാൻ ആ സിനിമയുടെ എൻ്റെ ആദ്യത്തെ ഷോട്ട് തന്നെയാണ്. ഞാൻ നേരെ ചെന്നിട്ട് ആദ്യം നിശാന്ത് ഏട്ടനെ മുട്ടുന്ന ഒരു സീനുണ്ട്. അതിനു മുന്നേ ഈ എല്ലാവരും കൂടെ നിൽക്കുന്ന ഫ്രെയിമിലോട്ട് ഞാൻ എൻട്രി ചെയ്തതാണ് ഫസ്റ്റ്. അതിന് 2 ഷോട്ട് എടുത്തിട്ട് എനിക്ക് ടൈമിങ് കറക്റ്റ് ആയില്ല. ഫസ്റ്റ് സീറ്റിലിരുന്ന മമ്മൂക്ക ഓടി വന്നിട്ട് ഞാൻ കറക്റ്റ് വിട്ടോളാം എന്ന് പറഞ്ഞിട്ട് മമ്മൂക്ക തന്നെയാണ് കറക്റ്റ് എന്നെ ഫ്രെയിമിലോട്ട് തള്ളി വിടുന്നത്. അതാണ് എൻ്റെ ആ പടത്തിലെ ഫസ്റ്റ് ഷോട്ട് ഫാൻഡം. പിന്നെ ചെയ്യുന്നത് ഭയങ്കര ഒരു ഗ്യാപ്പ് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നത് ക്രോണിക് ബാച്ചിലർ. എനിക്ക് തോന്നുന്നു ക്രോണിക് ബാച്ചിലർ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇപ്പോൾ ചെറിയ എല്ലാവരും ഓൾമോസ്റ്റ് അറിയും. ക്രോണിക് ബാച്ചിലർ ഇന്നസെന്റ് ഏട്ടനെ ഇഷ്ടീകരയുന്ന പയ്യൻ എന്നുള്ള നിലയിലാണ് ഇപ്പോഴും എന്നെ ആൾക്കാർ കൂടുതൽ റീച്ച് ചെയ്യുന്നത്. ആ സിനിമയിൽ വന്നപ്പോൾ കുറച്ചും കൂടെ മമ്മൂക്ക ഭയങ്കര ഫ്രണ്ട്ലി ആയി.
അതില് സീൻ കഴിഞ്ഞിട്ട് ഡബ് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് എന്നെ അടുത്ത് ചോദിച്ചു, നിനക്ക് എത്ര വയസ്സായി? നമുക്ക് 12. അപ്പോൾ പുള്ളി പറഞ്ഞു, എടാ എനിക്ക് ഇത്ര വയസ്സായി. പുള്ളി ഷർട്ടൊക്കെ പോക്കി കാണിച്ചിട്ട്, ഞാനപ്പോൾ നല്ല തടിച്ച് നല്ല ഫുഡിങ് എന്നുള്ളതൊരു എനിക്ക് നല്ല തനതായിട്ട് ഉള്ളിലുള്ള ഒരു കലാരൂപമായതുകൊണ്ട് നന്നായിട്ട് ഫോളിങ് നന്നായിട്ട് നടക്കുമായിരുന്നു. അപ്പം നമുക്ക് പറഞ്ഞു, എടാ എക്സസൈസ് ചെയ്യും, നീ ഈ തടിയും വെച്ചുകൊണ്ടാണോ നീ സിനിമയിൽ അഭിനയിക്കാൻ പോകണം? നീ എന്റെയും പ്രായം കണ്ട, നീ എന്റെ പ്രായത്തിലാവും, നീ മറ്റേ വാട്ടർ ടാങ്ക് പോലെയോ എന്നാണ് നമുക്ക് പറയുന്നത് ഡബിങ്ങിന്റെ സമയത്ത്. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നത് പോക്കിരിരാജാണ്. അത് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. ഗോപി എന്ന് പറഞ്ഞിട്ട് കലാശാല ബാബുച്ചേട്ടൻ്റെ മോൻ്റെ ഒരു ക്യാരക്ടർ. അത് ആദ്യം വൈശാഖ് സാറിനെ കാണാൻ ചെല്ലുമ്പോൾ ഈ ക്യാരക്ടർ ഞാൻ ആപ്റ്റാവുമോ? കാരണം ഭയങ്കര ചബ്ബി ഫേസ്, ഭയങ്കര ക്യൂട്ട് ഫേസ്, ഇതിൽ ഭയങ്കര റൂഡ് ക്യാരക്ടറാണ്. എന്നിട്ട് വൈശാഖ് സാർ പറഞ്ഞു, ഇല്ല നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് മുട്ടയൊക്കെ അടിച്ച് അങ്ങേര് ആ പോക്കിരായ എന്ന് പറയുന്ന ഗോപി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായി. ഇങ്ങനെ 5 പടങ്ങളാണ് മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചത്. കാരണം നമുക്ക് ശരിക്കും ആദ്യം കാണുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടൊരു മനുഷ്യനെ കാണാൻ കിട്ടുമെന്നുള്ളത് സംശയമാണ്. അതാണ് മമ്മൂക്ക.